അസ്സലാമലൈക്കും. ഹലോ, ഞാൻ അസ്മി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. അതായത് ബ്രക്കോളി റൈസ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ടിഫിനിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ചോറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് ബാസ്മതി റൈസ്. എൻ്റെ കപ്പ് വലുതായതുകൊണ്ട് 2 വലിയ കപ്പ് ബാസ്മതി റൈസാണ്. പിന്നെ ബ്രക്കോളി വേണം. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ എടുക്കണം അതിനനുസരിച്ചിട്ടുള്ള എടുക്കുക. പിന്നെ 3 സവാള. എൻ്റെ കയ്യിൽ ചെറുതായതുകൊണ്ട് ഞാൻ 3 എടുത്ത്. മീഡിയം ആണെങ്കിൽ 2. അതുപോലെ പച്ചമുളക് 3. ഞാൻ മക്കൾക്ക് കൊടുക്കുന്ന കാരണം മുളക് 3 എടുത്തോളൂ കേട്ടോ. എരിവ് കുറവും മതി. അത് നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, പിന്നെ 4 മുട്ട, പിന്നെ 15 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ, ക്യാരറ്റ് 2. അത് ചെറുതായതുകൊണ്ട് 2 എടുത്ത്. വലുതാണെങ്കിൽ ഓരോന്ന് എടുത്താൽ മതി. പിന്നെ മല്ലിയില, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നെയ്യ്, ഓയിൽ. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ചോപ്പർ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഞാൻ ചോപ്പറിലിട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചോപ്പർ ഇല്ലാത്തവർ നല്ല കുഞ്ഞാക്കിയിട്ട് അരിയണേ. ഇത് ബ്രൊക്കോളി ഞാൻ ചോപ്പറിലിട്ട് അതിങ്ങനെ പൊടിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ സവാള ഇതും ഞാൻ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ മല്ലിയില, പിന്നെ മുട്ട ഉപ്പിട്ടിട്ട് അടിച്ചതാണ്. ഇത് നമുക്ക് ചിക്കണം. ആദ്യം നമ്മൾ മുട്ട ഒന്ന് ചിക്കി എടുക്കുക. ഇനി നമ്മൾ ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് നെയ്യ് ഒഴിക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ സവാളയും കൂടെ ഇട്ടിട്ട് ഈ സവാള ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക കേട്ടോ. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണ വരെ വഴറ്റണം കേട്ടോ. ഉപ്പ് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇനി ഇതിൽ ക്യാരറ്റ്, പൊട്ടാറ്റോ, ബീൻസ് ഇത് മൂന്നും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇടയിൽ തുറന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കണം കേട്ടോ ഇടയ്ക്ക്. പിന്നെ നമ്മൾ ഈ മൂടി തുറന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിൽ നമ്മൾ ബ്രൊക്കോളി ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചായിട്ട് ആഡ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് അത്ര മതിയേ. ഈ ബ്രൊക്കോളി നന്നായിട്ട് വെന്ത് ഇതാവണ്ട. നമുക്കിതിങ്ങനെ ഒന്ന് ഇച്ചിരി ഒന്ന് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെ ആവണം. അപ്പം അത്രയും ഇട്ടിട്ട് നമ്മൾ വേവിച്ചിട്ട്
ഇനി ഇതിൽ നമ്മൾ ചിക്കി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇടയിൽ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ ഇടണേ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉപ്പൊക്കെ ഇട്ടിട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുക. പുക കാരണം നന്നായി പുക ഇങ്ങനെ ക്യാമറയ്ക്ക് വരുന്നുണ്ടായിരുന്നു അതാട്ടോ. എന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിക്കണേ. പിന്നെ അരി ഒട്ടാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഊറ്റി വെക്കുക. അതിൻ്റെ മുകളിലുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പറക്കി കളയട്ടത്. ഇനി നമ്മൾ ഈ മസാലയുള്ള പാത്രത്തിൽ ചോറിട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ച് ചോറിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്താലാവുക കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമ്മളൊരു 10 മിനിറ്റ് മൂടി വെക്കുക. നമ്മുടെ ചോറ് റെഡിയായി. നല്ല സൂപ്പറാ. ഇതെന്റെ ഫേവറേറ്റ് ബ്രൊക്കോളി റൈസ് ആണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടുവാണ്, കിടു. എല്ലാരും ട്രൈ ചെയ്യണം. നല്ല സൂപ്പറാ.